ക്ഷേത്രത്തിൽ സുപ്രഭാതം വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ വലിയ മുദ്രാവാക്യം വിളികളുമായിട്ട് എത്തിയിരുന്നു. കൊളപ്പാടുള്ള വിഷ്ണു ക്ഷേത്രത്തിലാണ് ഇവരെത്തിയത്. ഇടവണ്ണക്കടുത്ത് കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രം ഞാൻ അറിഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിച്ചാരാ? UDF ആണ്. UDF അല്ലേ? UDF ആണോ ജയിച്ചത്? മുസ്ലിം ലീഗ്. ഞാൻ പറയും മുസ്ലിം ലീഗ് അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ജയിച്ചത്. UDFന്റെ കൂടെ ഇത്തവണ മത്സരിച്ച ആരൊക്കെയാണ്? മുസ്ലിം ലീഗ്, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, പിന്നെ SDPI. അപ്പോൾ എല്ലാ ഇസ്ലാമിക ശക്തികളും കോൺഗ്രസ് എന്ന പാർട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് മത്സരിച്ച് ജയിച്ച തെരഞ്ഞെടുപ്പാണിത്. പൊളിറ്റിക്കൽ ഇസ്ലാം ജയിച്ചു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പാട്ടുവെക്കാൻ പാടില്ല, ക്ഷേത്രത്തിലെ ആരാധനയുടെ ഭാഗമാണ്. അത് പാടില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പ്രകടനം നടത്താൻ കേരളത്തിൽ കഴിഞ്ഞെങ്കിൽ കേരളം അതിവേഗത്തിൽ ഇസ്ലാമിക അജണ്ടയ്ക്ക് വഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കുത്തുന്ന ഓരോ വോട്ടും, UDFന് കൊടുക്കുന്ന ഓരോ വോട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൊടുക്കുന്ന വോട്ടാണ്. ആര് ഭരിക്കും? സതീശൻ ഭരിക്കുമോ? KC വേണുഗോപാൽ ഭരിക്കുമോ? അതോ രമേശ് ചെന്നിത്തല ഭരിക്കുമോ? ആര് ഭരിച്ചാലും അവർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കത്തേ ഉള്ളൂ. സ്റ്റിയറിംഗ് ഇരിക്കുന്നത്, ബ്രേക്ക് ചവിട്ടുന്നത്, ആക്സിലേറ്റർ ചവിട്ടുന്നത് ലീഗും അല്ല, ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ലീഗ് പഴയ ലീഗൊന്നും അല്ലെന്നേ. ഇന്നലെ ഒരു ഒരു വീഡിയോ ഉണ്ടല്ലേ, നമ്മുടെ MP മാരെല്ലാം കൂടെ പാർലമെന്റിന് മുന്നിൽ നിന്ന് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് പാടുന്നത് നമ്മളൊരു വീഡിയോ ചെയ്തു. ലക്ഷത്തോളം ആളുകൾ കണ്ടു. ആ പാട്ട് പാടാൻ വേണ്ടി 2 MP മാരുണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചായിരുന്നു? അബ്ദുൽ സമദ് സമദാനിയും ET മുഹമ്മദ് ബഷീറും ആ പാട്ട് പാടാൻ വന്നില്ല. കാരണം അതിനകത്ത് അയ്യപ്പനെ വിളിക്കുന്നുണ്ട്. വെറുതെ പോലും വിളിക്കാൻ പറ്റില്ല. ഗംഗ എന്ന് പേരിട്ട വീട്ടിൽ താമസിക്കത്തില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ഹിന്ദു സമുദായത്തിലെ ഹിന്ദു ബോധമില്ലാത്ത ജന്തുക്കളെ 5 വർഷം UDFന് ഭരണം കൊടുത്താൽ നിങ്ങളുടെ പെണ്ണുങ്ങൾ തട്ടമിട്ട് പുറത്ത് നടത്തേണ്ടി വരും. അത്യാവശ്യമായി നിങ്ങൾ പൊന്നാനി പോകേണ്ടി വരും സുന്നത്ത് ചെയ്യാൻ. കേരളം ഇനി തിരിച്ചു പിടിക്കാൻ കഴിയാത്ത തരത്തിൽ ഇസ്ലാമിക ഭീകരതയ്ക്ക്, ഇസ്ലാമിസ്റ്റുകൾക്ക് തീറെഴുതി കൊടുക്കും നിങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്താൽ. അതിൻ്റെ ഉദാഹരണമാണ് കൊളപ്പാട് വിഷ്ണു ക്ഷേത്രത്തിൽ ഇന്നലെ നടന്ന പ്രകടനം. UDF നടത്തി, കോൺഗ്രസ് നടത്തിയ പ്രകടനം. ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കത്തില്ല. ഹിന്ദുക്കളെ നിങ്ങളുടെ ശവപ്പെട്ടിയിൽ ആണിയടിക്കുന്നതിന് തുല്യമാണ്. UDF കേരളം ഭരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ ഒരിക്കലും ഇനി രക്ഷപ്പെടുത്താൻ കഴിയില്ല. അത് തെളിഞ്ഞു കഴിഞ്ഞു. വിജയം കിട്ടി 3-ാം ദിവസം, വിജയം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം CPMകാർ വടിവാളുമായിട്ട് പോയതൊക്കെ വലിയ വാർത്തയായി. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ സുപ്രഭാതം വെക്കരുത് എന്ന് പറഞ്ഞ് UDF ഗുണ്ടകൾ, ഇസ്ലാമിക ഭീകരന്മാരുടെ അച്ചാരം വാങ്ങിയ UDF പ്രവർത്തകർ ഇങ്ങനെ ഒരു പ്രകടനം നടത്തിയത് വാർത്തയാവില്ല കേരളത്തിൽ. UDFന് കുത്തിയ, കൈപ്പത്തി കുത്തിയ, ഏണിക്ക് കുത്തിയ ഓരോ വോട്ടും നിങ്ങളുടെ മരണ വാറണ്ടിൽ നിങ്ങൾ തന്നെ ഒപ്പുവെച്ചതാണ്. അതുകൊണ്ട് ഇനി 100-150 ദിവസങ്ങൾക്കാവും കേരളത്തിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അനുകൂലമായി വോട്ട് ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മലപ്പുറം എടവണ്ണയിലുള്ള കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സുപ്രഭാതം വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നടന്ന പ്രകടനം. ഇനിയെങ്കിലും ഓർമ്മിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഈ നാട്ടിൽ അടിമകളായി ജീവിക്കാനാണ് വിധി എന്ന്